നമ്മൾ ശരിക്കും എന്തിനാ ജീവിക്കുന്നത്? പഠിച്ചോൻ അറിയാനാണ്, പഠിച്ചോൻ അനുഭവിക്കാനാണ് എന്നൊക്കെ പറയും. ശരിക്കും ഈ പഠിച്ചോൻ അനുഭവിക്കാനും പഠിച്ചോൻ അറിയാനും ഒക്കെയുള്ള പെർഫെക്റ്റ് ടൈം എപ്പോഴാണെന്നറിയോ? ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസിലൂടെ അത് സാധിക്കുന്നതാണ്. ബട്ട് പ്രഗ്നൻസി അതിനൊരു പെർഫെക്റ്റ് ടൈമാണ്. വേറൊന്നുമല്ല. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളുടെ ഉള്ളിൽ, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ രണ്ട് കുഞ്ഞി കാല് വളരുന്നു, രണ്ട് കുഞ്ഞി കൈകൾ വളരുന്നു. നമ്മൾ തന്നെ നമ്മളെ ഹാർട്ടിനെയും നമ്മൾ ഇൻറ്റേർണൽ ഓർഗാൻസ് ഒന്നും കണ്ടിട്ട് പോലില്ല. ഈവൻ നമുക്കതിനെ കോൺഷ്യസ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. 24/7 എന്ന് പറയുന്ന അതിൽ നമ്മുടെ ലൈഫ് ടൈം കംപ്ലീറ്റ് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ ഓരോ ഇൻറ്റേർണൽ ഓർഗാൻസും. അതേ സമയത്ത് നമ്മളുടെ വോമ്പിൽ എഗെയിൻ ഒരു കുഞ്ഞ് ഹാർട്ട്, കിഡ്നീസ്, അങ്ങനത്തെ കുറേ ഇൻറ്റേർണൽ ഓർഗാൻസും ഒക്കെയുള്ളൊരു ജീവൻ്റെ സത്ത എന്നൊക്കെ പറയും പോലെ അതിങ്ങനെ നമ്മളുടെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെ നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് മൈൻഡ്ഫുള്ളായിട്ട് ലീവ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ പഠിച്ചവനെ അറിയല്ലേ ചെയ്യുന്നത്. ഇറ്റ്സ് എ ബിഗ് ഡീൽ ആക്ച്വലി. പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ മൈൻഡിന് എപ്പോഴും കംഫർട്ട് സോണും ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇഷ്ടം. അപ്പോൾ ഈ പ്രഗ്നൻസിയിൽ അൺഫെമിലിയർ ആയിട്ടാണല്ലോ നമ്മളുടെ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതും പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതും. അതിനനുസരിച്ച് ഹോർമോണൽ ഇൻഫ്ലുവൻസിനനുസരിച്ച് പല ട്രിഗറിങ്സും പല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ അറിയാണ്ട് ഫോക്കസ് പോകുന്നത് ഈ കംപ്ലീറ്റ് പ്രശ്നങ്ങളിലായിരിക്കും. അതിനിടയിൽ നമ്മളുടെ ഈ പ്രഗ്നൻസി, നമ്മളുടെ ഈ കുഞ്ഞു ബേബി, ഇതിനൊന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, നമുക്ക് അതിൽ കോൺഷ്യസ് ആവാൻ പറ്റുന്നുണ്ടാവില്ല. സോ വൈ മൈൻഡ്ഫുൾ പ്രഗ്നൻസി കോച്ചിങ് അല്ലെങ്കിൽ വൈ പെരിനേറ്റൽ കോച്ചിങ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതന്നെയാണ് ആൻസർ. ഇതിനേക്കാൾ ബെസ്റ്റ് ആൻസർ വേറെ ഇല്ല. ബിക്കോസ് നമുക്ക് നമ്മളുടെ ആ ഒരു പ്രഗ്നൻസി ജേർണി കംപ്ലീറ്റ്ലി അവെയറായിട്ട് വിത്ത് റൈറ്റ് ഗൈഡൻസ് ഓരോ മൊമെൻറ്റും ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്.